പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 19-ാമത്തെ തിരുവചനത്തിലൂടെ ഇങ്ങനെയാണ് വചനം സംസാരിക്കുക: ഞാൻ എല്ലാവരിൽ നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ഈ വാക്കുകൾ ഈശോ ജീവിച്ച് കാണിച്ചു തന്ന ജീവിത സാക്ഷ്യം തന്നെയാണ്. എല്ലാവരെയും നേടുവാൻ ദാസനായി മാറിയ ഈശോ സ്വയം കുരിശുമരണം വരിക്കുവാൻ പോലും തയ്യാറാകുന്ന കർത്താവിൻ്റെ ജീവിതമാണ് പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾക്ക് ശക്തി തരുന്നത്. നമ്മെയും ഈശോ വിളിച്ചിരിക്കുക മറ്റുള്ളവരെ നേടുവാനായിട്ടാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മൾ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ, കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഈശോയുടെ ചൈതന്യം കൊടുക്കുവാൻ ഈ തിരുവചനം നമ്മളെയും ക്ഷണിക്കുകയാണ്. സ്വയം ഒരു ദാസനായി, ദാസിയായി മാറുക വഴി ദൈവരാജ്യത്തിനു വേണ്ടി ആത്മാക്കളെ നേടുവാൻ നമുക്ക് സാധിക്കും. ദാസനാകുക എന്നതിൻ്റെ അർത്ഥം തന്നെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനുള്ള വിളി എന്നതാണ്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മളും വിളിക്കപ്പെട്ടിരിക്കുക മറ്റുള്ളവരെ ദൈവരാജ്യത്തിനു വേണ്ടി നേടുവാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി ആത്മാക്കളെ നേടുവാൻ ഉള്ള കരുത്ത് നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ ജീവിതങ്ങൾക്കും കർത്താവ് പ്രദാനം ചെയ്യട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.